ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ടിപ്സ് എന്ന് പറയാൻ നമ്മൾ എളുപ്പ വഴി കൂടിയാൽ നമുക്ക് പാചകം എങ്ങനെ ചെയ്യാന്നുള്ളൊരു ടിപ്സൊക്കെ ഞാൻ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിന് രുചി കൂട്ടാനുള്ള ടിപ്സും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ അടുക്കളയിൽ ചെയ്യുന്ന രീതികളാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. എന്നാലാണ് വീഡിയോ ഒന്ന് റെക്കമെൻഡായിട്ട് ഇങ്ങനെ പോകും കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് മൈദപ്പൊടി ഇടുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മൈദ കലക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആമിയറിനും അതുപോലെ തന്നെ മുട്ടപ്പത്തിരിക്കൊക്കെ മൈദ അടിക്കുകയല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മൈദ ഇടാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ മിക്സിൻ്റെ ജാറിൽ അപ്പാട് ഒട്ടിപ്പിടിക്കും കേട്ടോ. മൈദ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ മൈദ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പം ഞാൻ മുട്ടപ്പത്തിരിയാണ് ചുടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ. അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെ നമ്മൾ ഇതിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്ക് അമീറിനും പറ്റും, അതുപോലെ തന്നെ മുട്ടപ്പത്തിരിക്കും പറ്റും കേട്ടോ. ഇതേപോലെയാണ് ഞാൻ അടിച്ചെടുത്തത്. നമ്മളെ മാവ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് കിട്ടിയത്. അപ്പോൾ അടിഭാഗത്ത് പറ്റി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തലേന്നത്തെ നെയ്ച്ചോറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ആവി ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആവിച്ചെമ്പിൻ്റെ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ അന്നേരം വെച്ച ചോറ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കുക. ചിലവരുണ്ടാവും, ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ വിനാഗിരിയോ ഉപ്പോ ഏതെങ്കിലും ഒന്ന് മതിയാവും കേട്ടോ. അത് ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുട്ടൻ്റെ തോട് ഇളകി വരും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പൂരി ഉള്ള പൊടി കുഴച്ചെടുച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെറിയ കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. പൂരിയൊക്കെ നമ്മൾ കറിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അന്നേരം ചുട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല പൂരി. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാത്ത് നിൽക്കാണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് തന്നെ പരത്തിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ പരത്തി ഒരാൾ പൊരിക്കലൊക്കെ ആയിരിക്കുമല്ലോ അധികത്തിലും. അല്ലെങ്കിൽ പരത്തി അട്ടിക്ക് വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പറ്റി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ വേറെ വെക്കണം, കുറേ നേരം പരത്തി വെക്കണം. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. നമ്മളെ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ഇതേപോലെ അമർത്തി കൊടുത്തിട്ട് ഓരോന്ന് ഇതേപോലെ അമർത്തി കൊടുത്തിട്ട് നമുക്ക് 2-3 എടുത്ത് വെച്ചതിന് ശേഷം അന്നേരം തന്നെ പൊരിച്ച് കൊടുക്കട്ടോ. നമുക്കിതിങ്ങനെ കൈവച്ച് ഇങ്ങനെ പരത്തി കുത്തിരിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞാന്ന് വെച്ചാൽ അധികം അമർത്തേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല രേഷം വലുപ്പത്തിലാവാൻ വേണ്ടിയെന്ന് വെച്ചാൽ നല്ലോണം അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അടിപൊളി പൂരിയാന്ന് കേട്ടോ. ഞാൻ ഈ പത്തിരി പ്രസ് കിട്ടിയതിന് ശേഷം പൂരി പരത്താൻ നിൽക്കലില്ല കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കൽ അന്നേരം പൊരിച്ചും കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ നല്ല ബോള് പോലെ പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എളുപ്പമാണ്. നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ പരത്തി ഇങ്ങനെ കുത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇനി ഇന്ന് ഉച്ചക്കേക്ക് നമുക്ക് എന്താ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള പച്ചക്കറികൾ വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമ്മളെ കയ്യിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ നമ്മൾ ഉപ്പേരി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കടുക് പൊട്ടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ പൊട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്, എന്താ ഉപ്പേരിക്കും ആയാലും എന്തിനായാലും. അപ്പോൾ തന്നെ നമ്മൾ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്നും കൂടി നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഉള്ളി ആയാലും എന്തായാലും ഒരു ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ, കുറച്ച് നേരം എന്ന് പറയുന്നത് ഒരു കാ സെക്കൻഡ് വരെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് അതിന് എന്താ ഒരു നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പേരിക്കായാലും കറിക്കായാലും ഒക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയുടെ കറിയിലേക്ക് തൂമിച്ച് ഒഴിക്കുകയൊക്കെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്. ഇനിയിപ്പോൾ ഇതാ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ചില നേരം ഐസ് പിടിച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് പെട്ടെന്ന് എടുത്ത് ചിരവി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഒരു എന്താ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കും കേട്ടോ. നമ്മൾ ബാക്കിയുള്ള തേങ്ങ ബോക്സിൻ്റെ അകത്താക്കിയിട്ട് നമ്മൾ അടച്ച് മൂടിയിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ ചിരവി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഐസ് പിടിച്ച പോലെ ഉണ്ടാവും, ഒരു എന്താ എണ്ണ ഉറച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ളൊരിതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പൂണ്ടെടുത്ത ഭാഗം കാണുന്നില്ല തേങ്ങൻ്റെ അകത്ത്, അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് എന്താ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഓരോ കാര്യത്തിന്. അപ്പോൾ അതേപോലെ നിങ്ങൾ പൂണ്ടെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് പിന്നെ നമുക്ക് ഇതേപോലത്തെ കണ്ടെയ്നറിലാക്കി വെക്കട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറേശ്ശെ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനധികം അങ്ങനെ ചെയ്ത് വെക്കലുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിതിപ്പം ഇതിലേക്ക് ആക്കി വെക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.